വരുമായിരുന്നു. ഇവിടെ ആറ്റിന്റെ അടുത്ത് തന്നെ വീട്. പിന്നെ വന്നപ്പോ അക്കരെ സൈഡിൽ എന്തോ കിടക്കുന്നുണ്ട്. ആദ്യം വിചാരിച്ച് തടിയോ വേസ്റ്റോ അങ്ങനെ വല്ല മറ്റോ ആയിരിക്കും. പിന്നെ കാറ്റടിച്ചപ്പോ സ്മെല്ലടിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ഇതിനൊക്കെ നോക്കി. അപ്പുറത്ത് ഈ വീട്ടിലെ മാമ അപ്പുറത്ത് പോയി നോക്കിയപ്പോഴത്തേക്കാണ് ഇതിനകത്ത് കാര്യം കടുവയെന്ന് അറിഞ്ഞത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ പൊതുവെ ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് വഴി വിളക്കൊന്നും ഇല്ല നമുക്ക്. ആനയൊക്കെ എപ്പോ വേണമെങ്കിലും വരാം. ഇപ്പൊ കുളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ആനയൊക്കെ അക്കരെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആന, കാട്ടുപോത്ത് എല്ലാം. ഇത് കടുവ ഇപ്പൊ ആദ്യമായിട്ടാ വരുന്നത്, ആദ്യമായിട്ടാ കാണുന്നത്. എന്താണെന്ന് വിചാരിച്ചേ പിന്നെ മനസ്സിലായ എന്റെ ഈ വര കണ്ടപ്പോഴേ മനസ്സിലായ കടുവയാണ്. ഇവർ കുളത്തൂപ്പുഴയിലെ പൂമ്പാറയിലെ പ്രദേശവാസികളാണ്. കുളത്തൂപ്പുഴക്കാർ ഏറെയും പേടിച്ചിരുന്നത് ആനയും കാട്ടുപോത്തിനെയുമായിരുന്നു എങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി കടുവ കൂടി തങ്ങളുടെ സമീപത്തുള്ള വനത്തിലുണ്ടെന്നുള്ള പേടിപ്പിക്കുന്ന കാര്യം ജനങ്ങൾ അറിയുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി പൂമ്പാറ ഭാഗത്തെ കല്ലടയാറിന്റെ ഒരു സൈഡിൽ ചത്ത കടുവയുടെ ജഡം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഏറെ ഭീതിയിലായിരിക്കുന്നത്. വീടിനോട് ചേർന്നുള്ള കല്ലടയാറിന്റെ തീരത്ത് തുണി കഴുകിക്കൊണ്ടുന്ന കുട്ടികളാണ് ആദ്യം കടുവ ചത്തുകിടക്കുന്നത് കണ്ടത്. തുടർന്ന് അയൽവാസിയായ അജയൻ ചങ്ങാടത്തിൽ പോയി അത് സ്ഥിരീകരിച്ചതിനു ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരമറിയിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തുകയും നാട്ടുകാരുടെ സഹായത്തോടു കൂടി കടുവയുടെ ജഡം വനത്തോട് ചേർന്നുള്ള ഭാഗത്തേക്ക് മാറ്റി. 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കടുവയുടെ ജഡമാണെന്നും പെൺകടുവയാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാൽ മാത്രമേ എന്തു കാരണത്താലാണ് കടുവ ചത്തെന്നുള്ള വിവരം അറിയാൻ കഴിയുകയുള്ളൂ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുളത്തൂപ്പുഴയിലെ ഈ ഭാഗത്തെ ജനങ്ങളെല്ലാം തന്നെ ആനയെയും കാട്ടുപോത്തിനെയുമായിരുന്നു മുൻപ് പേടിച്ചിരുന്നത്. ഇപ്പോൾ തങ്ങളുടെ ജീവനേറെ അപകടത്തിൽപ്പെടുന്ന കടുവയുടെ സാന്നിധ്യം കൂടി അറിഞ്ഞതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം തന്നെ വളരെ ഭീതിയിലാണ്. സുരക്ഷിതത്വം വേണം. ഈ നാടിനോട്ട് കയറാതിരിക്കാൻ നമ്മളിവിടെ ജീവിക്കുന്നത് നമുക്ക് ഇതിനൊരു സുരക്ഷിതത്വം വേണം. എന്താന്ന് വെച്ചാൽ ഈ ഗവൺമെന്റിൽ നിന്നും നമുക്കത് അനുവദിച്ചു തരണം. പിന്നെ നമ്മളത് ഇപ്പുറത്തെ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തോട്ട് വരാതിരിക്കാനുള്ള മാർഗം ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. കടുവ ഇന്നലെ 2 പോത്തായിരുന്നു ഇവിടെ വരുന്നത്. സ്ഥിരം പോത്തും വരുന്നുണ്ട്, സ്ഥിരം ആനയും വരുന്നുണ്ട്. ഞങ്ങളിവിടെ ആറ്റി കുളിക്കാറുണ്ട്. സന്ധ്യ ആകുമ്പോ അന്നി ഇക്കരെ കയറി. ഇന്നാളെ ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ആന വന്ന് ചക്ക മൊത്തം പറിച്ചുകൊണ്ടുപോയി, കൊല ഒടിച്ചുകൊണ്ടുപോയി. അങ്ങനെയൊക്കെ ആകുമ്പോൾ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനോട് സുരക്ഷിത, ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം വേണം. ഞങ്ങൾ ജീവൻ അപകടത്തിന് ഏത് സമയവും ഞങ്ങൾക്ക് രാത്രിയും പകലും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് നടക്കുന്നത്. രാത്രിയായാലും ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഈ റോഡാണ് ഞങ്ങൾ പോവുകയും വരികയും ചെയ്യുന്നത്. അപ്പൊ ഈ റോട്ടിക്കറിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേപോലെ ഇതിന്റെ അപ്പുറത്ത് ഇവിടെ കഴിഞ്ഞ് അങ്ങോട്ട് വെട്ടവും ഇല്ല, വഴിവിളക്കില്ല. ഇവിടം വരെയുള്ള വഴിവിളക്ക് ഞങ്ങൾക്കുള്ളൂ. അപ്പൊ ഇതിനപ്പുറത്തോട്ടുള്ള ഒരു വഴിവിളക്കും കൂടെ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ ഭാഗത്ത് വനത്തിൽ നിന്നുമുള്ള വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടുന്ന അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ഈ കടുവയെ കണ്ടതോടുകൂടി വലിയ പേടിയില്ല. ഞങ്ങൾ പേടിച്ചിരിക്കും. നമ്മള് ഇതുവരെ ഈ കടുവ എന്നൊരു സംഭവം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇന്നിപ്പോ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ കടുവയെ. പക്ഷെ ഇത് കടുവ ഈ കാട്ടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കടുവ ഞങ്ങൾ രംഗത്ത് കണ്ടിട്ട് ഇന്ന് ആദ്യമായിട്ട് കാണും. ആനയും പോത്തും എപ്പോഴും ഇവിടെ ഉണ്ട്. ഏത് സമയം ആനയും പോത്തും ആണ് ഇവിടെ. അതിൽ നിന്ന് നമ്മൾ പേടിച്ച് തന്നെ ജീവിക്കുന്നത് ആ സാധനങ്ങളോട്. കേരളത്തിന് മാനൂസ് കുളത്തൂപ്പുഴ.